Dear friends, here we can see the low resolution and high resolution NMR spectrum of ethanol. Dear friends, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എത്തനോളിൻ്റെ NMR സ്പെക്ട്രം കണ്ടു. അതിൽ ഈ ലോ ഫീൽഡ്, അതായത് ഇവിടെ ഇൻക്രീസിങ് ഫീൽഡ് സ്ട്രെങ്ത് ആണ് നമ്മളിവിടെ പ്ലോട്ട് ചെയ്തത്. TMSൻ്റെ പീക്ക് ഇങ്ങനെ എക്സ്ട്രീം റൈറ്റ് എക്സ്ട്രീമിൽ വിത്ത് ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0. ഇവിടെ ഈ കിട്ടിയതെന്ന് പറയുന്നത് OH ഗ്രൂപ്പിൻ്റെ പീക്കായിരുന്നു, ദെൻ CH2ൻ്റെ ആയിരുന്നു, CH3 ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു റേഷ്യോ നമ്മൾ പറഞ്ഞു, ഇതിൻ്റെ ഒരു ഡബിൾ ഹൈറ്റും അതിൻ്റെ ഒരു ട്രിപ്പിൾ ഹൈറ്റുമാണ് ഈ പീക്സ് വന്നിരിക്കുന്നത്. സോ ഇതാണ് ഓർഡിനറി NMR സ്പെക്ട്രം, ഓർഡിനറി NMR സ്പെക്ട്രമാണ്. പക്ഷേ ഇത് ഒരു ഹൈ റെസല്യൂഷൻ സ്പെക്ട്രോമീറ്ററിൽ എടുത്തപ്പോൾ ഈ സ്പെക്ട്രം സ്പ്ലിറ്റ് ചെയ്ത് കാണുന്നു, അല്ലെങ്കിൽ ഇതിന് ഒരു ഫൈൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു മൾട്ടിപ്ലിസിറ്റി, ഓരോ പീക്കിനും മൾട്ടിപ്ലിസിറ്റി ഒബ്സർവ് ചെയ്തു. അതാണ് നമ്മൾ ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ഡ്യൂ ടു എ ഫിനോമിനൻ നോൺ ആസ് സ്പിൻ കപ്ലിംഗ്. ഈ സ്പിൻ കപ്ലിംഗ് ഉണ്ടാകുന്നതിൻ്റെ കാരണം ഈ ഓരോ പ്രോട്ടോണിനെയും അതിൻ്റെ തൊട്ടടുത്തുള്ള, അത് ചിലപ്പോൾ രണ്ട് സൈഡിലും ഉണ്ടാകാം അല്ലെങ്കിൽ ഒരു സൈഡിലും ഉണ്ടാകും, ആ തൊട്ടടുത്തുള്ള പ്രോട്ടോണ് അതുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഷീൽഡിങ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തരത്തിൽ സ്പ്ലിറ്റിംഗ് വരുന്നത്. അപ്പോൾ ഈ ഓരോ പീക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആറ്റോമിക് സ്പെക്ട്രം ലൈൻ സ്പെക്ട്രം ആണെന്നും, ആ ലൈൻ സ്പെക്ട്രം അതായത് ഫൈൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞ പോലെ ഈ NMR സ്പെക്ട്രവും ഒരു ഫൈൻ സ്ട്രക്ചർ തരും ആൻഡ് ഹൈ റെസല്യൂഷൻ. ഫൈൻ സ്ട്രക്ചറിൽ നമുക്ക് കാണാം ഈ OH പീക്ക് നമ്മളിങ്ങനെ ഒരു സിംഗ്ലറ്റായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ്. CH2 പീക്ക്, ഇത് OHൻ്റെ പീക്കാണ്. CH2ൻ്റെ പീക്ക് എന്ന് പറയുന്നത് ഈ രീതിയിലാണ് സ്പ്ലിറ്റ് ചെയ്ത് കാണുന്നത്. CH3 പീക്കാണെങ്കിൽ, സോ ദിസ് ഈസ് ദ CH3 പീക്ക്, ദിസ് ഈസ് ദ CH2 പീക്ക്, ഇത് OH പീക്ക്. ഇതിൻ്റെ പ്രത്യേകതയുണ്ട്, ഇത് അസിഡിക് സൊല്യൂഷനാണ്, HCl സൊല്യൂഷനിലാണ് സ്പെക്ട്രം എടുക്കുന്നതെങ്കിലാണ് ഇത് സിംഗ്ലറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്തുകൊണ്ടാണ് ഈ CH2 പീക്കിന് ഒരു ക്വാർട്ടറ്റായിട്ട് കിട്ടുന്നു, CH3 പീക്ക് ഒരു ട്രിപ്ലറ്റായിട്ട് വരുന്നു. ഇതിൻ്റെ റീസണാണ് നമ്മൾ അടുത്തായിട്ട് നോക്കുന്നത്. ഇപ്പോൾ CH2 പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ 2 പ്രോട്ടോൺസ് ആണുള്ളത്. 2 പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ 2 പ്രോട്ടോണിൻ്റെ സ്പിൻ ഇതേപോലെയാണ്. അപ്പോൾ അത് ഈ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താണോ അതേ ഡയറക്ഷനിൽ അലൈൻ ചെയ്യാം, അല്ലെങ്കിൽ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അലൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ 2 കോമ്പിനേഷനുണ്ട്. ഇനി ഇത് കൂടാതെ 1 എബോവ് ആൻഡ് 1 ബിലോ. അപ്പോൾ അടുത്തൊരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇത് മുകളിലോട്ട് ഇത് താഴോട്ട്, തിരിച്ച് ഇത് താഴോട്ട് ഇത് മുകളിലോട്ട്. അപ്പം ഇത് 1, ഇതെന്ന് പറയുന്നത് രണ്ടും ഈക്വലൻ്റ് ആണ്, ഒരെണ്ണം അപ്പും ഒരെണ്ണം ഡൗണും, ഒരേ മാഗ്നറ്റിക് മൊമെൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇത് 1:2:1. അപ്പോൾ അതുകൊണ്ട് ഈ CH2 പ്രോട്ടോണിന് തൊട്ടടുത്തുള്ള പ്രോട്ടോണിനെ ഈ 3 അലൈൻമെൻറ്റ് കൊണ്ട്, ഈ 3 ഓറിയൻറ്റേഷൻ കൊണ്ട് 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് 3 പീക്സ് കിട്ടിയിരിക്കുന്നു. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ടത് CH2 പീക്ക് എന്തുകൊണ്ട് 4ആയി. അപ്പോൾ നമുക്ക് 3 പ്രോട്ടോൺസാണ് അവിടെ ഉള്ളത്. 3 പ്രോട്ടോൺസിൻ്റെ എന്ന് പറയുമ്പോൾ 1, 2, 3. അടുത്തത് 1, 2, 3. 3ഉം അപ്വേർഡ് ഡയറക്ഷൻ, അല്ലെങ്കിൽ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇത് ഓപ്പോസിറ്റ്. ഇനി അടുത്ത കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഒരെണ്ണം അപ്പ്, 2 എണ്ണം ഡൗൺവേർഡ്. ഇത് 1 ആണെങ്കിൽ ഇത് 3 ആണ്, ഇത് 1 ആണെങ്കിൽ ഇതും 3 ആണ്. സോ ഇവിടെ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് 1:3:3:1 ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും, ഈ CH3 3 പ്രോട്ടോണിൻ്റെ ഈ ഓറിയൻറ്റേഷൻ കൊണ്ട് CH2 പീക്ക് 1:1:3:3:1 റേഷ്യോയിലും, അതുപോലെ 2 പ്രോട്ടോണിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് CH3 പീക്ക് 1:2:1 റേഷ്യോയിൽ പോകും. പിന്നെ ഇത് HCl മീഡിയത്തിൽ ഇത് പ്രോട്ടോണേറ്റഡ് ആണ്. അങ്ങനെ നമുക്ക് എത്തനോളിൻ്റെ
ഓർഡിനറി സ്പെക്ട്രവും അതുപോലെ തന്നെ ഫൈൻ സ്പെക്ട്രവും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ.